നമ്മൾ നമ്മുടെ ആ ഒരു സബ്ജക്റ്റിലെ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. അതായത് മോഡലിംഗ് ലാംഗ്വേജസ് എന്തൊക്കെയാണെന്നും മോഡലിംഗ് ലാംഗ്വേജ് എന്താണെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന്. ഇന്നലെ നമ്മൾ കണ്ടു, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ടോപ്പ് ഡൗൺ അപ്രോച്ചാണോ, ബോട്ടം അപ്പ് അപ്രോച്ചാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേരിയൻസ് ആണോ, അതായത് ഫങ്ഷണൽ ഡിസൈൻ ആണോ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആണോ, ആ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആണെങ്കിൽ കൺസെപ്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നലെ കണ്ടു. അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈനെ നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ, ആദ്യം മനസ്സിലാക്കി എടുക്കണമെങ്കിൽ വി ആർ ഇൻ നീഡ് ഓഫ് എ മോഡൽ. So, model is an abstraction of something for the purpose of understanding before building it. ഇല്ലേ? അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു പർട്ടിക്കുലർ എന്തൊരു ഹാർഡ്വെയർ ഉണ്ടാക്കുന്നതിന് മുമ്പേയും, അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്ത് സെറ്റാക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ഡെമോ പോലെ എന്തെങ്കിലും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്താലല്ലേ എപ്പോഴും നമുക്കൊരു യൂസ്ഫുള്ളായിട്ട് ഇരിക്കത്തുള്ളൂ. ആ ക്രിയേഷനെയാണ് നമ്മൾ ഒരു മോഡൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നതിനും രണ്ട് രീതിക്കുള്ള സെപ്പറേഷൻസ് ഉണ്ട്. ദർ ആർ 2 കാറ്റഗറീസ് അല്ലെങ്കിൽ 2 ഡയമെൻഷൻസ് ഫോർ ദ വേർഡ് മോഡൽ. മോഡൽ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ വ്യൂ അനുസരിച്ച് അത് ഒബ്ജക്റ്റ് മോഡലാവാം, ഡൈനാമിക് മോഡലാവാം, ഫങ്ഷണൽ മോഡലാവാം, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഉടനെ കാണും. അല്ലെങ്കിൽ ഈ മോഡൽ ഏത് സ്റ്റേജിലാണ്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റെയോ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റെയോ ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ് ഒരു മോഡൽ ഉണ്ടാക്കുന്നത്, അനാലിസിസ് ചെയ്യുമ്പോൾ എടുക്കുന്ന മോഡലാണോ, അല്ലെങ്കിൽ ഡിസൈൻ ആക്കിയെടുത്ത് ഒരു വർക്കിംഗ് മോഡൽ, ഒരു ഡെമോ പോലെ ചെയ്യുന്നതാണോ, അതോ ബേസിക് ഇംപ്ലിമെൻറ്റേഷൻ ഫൈനലി സോഫ്റ്റ്വെയർ പുറത്ത് ഹാർഡ്വെയർ പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു ഇംപ്ലിമെൻറ്റേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത മോഡലാണോ. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റൊക്കെ ചെയ്യാൻ പറയുമ്പോഴേക്കും, നമ്മളിപ്പോൾ കോളേജിലൊക്കെ ഒരു പ്രൊജക്റ്റ് പറയുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെഡ്ജിലുള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കില്ലല്ലോ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വർക്കിംഗ്, അതെന്ന് പറയുന്നതും ഒരു ഡെമോ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് മോഡലാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഈ മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? പർപ്പസ് ഓഫ് ദ മോഡൽസ്, ഫസ്റ്റ് വൺ, നമുക്ക് ആ ഒരു എൻറ്റിറ്റി നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം യൂസേഴ്സിനുമായിട്ട്, നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഒരു സ്റ്റാർട്ടിങ് ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെ ആയിരിക്കും എന്ന് കസ്റ്റമറിന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കസ്റ്റമറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കസ്റ്റമറിന് തിരിച്ച് നമുക്കൊരു ഇൻപുട്ട് തരാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ വർക്കിങ്ങിനകത്ത് ഇത്ര ചേഞ്ചസ് വേണം, ഇന്ന ചേഞ്ചസ് വരുത്തണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹാർഡ്വെയർ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു വിഷ്വലൈസേഷനും പിന്നെ അതിനും നമുക്ക് മോഡൽസ് തന്നെ വേണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ, ക്രിയേറ്റിംഗ് മോഡൽസ് റെഡ്യൂസസ് എ കോംപ്ലക്സിറ്റി. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു മോഡലൊന്നും ക്രിയേറ്റ് ചെയ്യാതെ ഒരു ഫുൾ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് ആഫ്റ്റർ ക്രിയേറ്റിംഗ് എ ഫുൾ സിസ്റ്റം ആൻഡ് വെൻ വി ടെസ്റ്റ് ഇറ്റ്, അത് ടെസ്റ്റ് ചെയ്യുമ്പം അതൊരു ഫെയിലിയറോ അല്ലെങ്കിൽ ഒരു ബഗ്ഗോ ആയിക്കഴിഞ്ഞാൽ അപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാട്ടിയും വളരെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഒരു മോഡലിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം. ഇല്ലേ, നമ്മൾ ഫുൾ ഫ്ലെഡ്ജായിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലോപ്പ് ആവുന്നതാണ് നല്ലത്. ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കി അതിലെന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്ന് നോക്കി അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പെർഫെക്റ്റായിട്ട് മാറും. ആൻഡ് ദാറ്റ് ഈസ് വൈ വി ആർ ഗോയിങ് ഫോർ മോഡൽസ്. അതിൽ തന്നെ ഈ മോഡൽസിന് അല്ലെങ്കിൽ ഈ മോഡലിങ്ങിന് വേണ്ടി കോമൺലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. ദയവ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക. യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പേര് വെച്ചിട്ട് ഡസൻറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് എ സോഫ്റ്റ്വെയർ ബ്ലൂ പ്രിൻറ്റ്. സോഫ്റ്റ്വെയർസിൻ്റെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡൽ മാത്രമാണ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്, അല്ലാതെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടല്ല. ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷനാണ് ഇനി പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഫോർ എന്തിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുക, പിന്നെ നമുക്ക് കാണാൻ പറ്റണം, അത് ബേസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാനും പറ്റണം, കൺസ്ട്രക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഡോക്യുമെൻ്റ് ചെയ്യാനും പറ്റണം. സോ ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഫോർ സ്പെസിഫൈ, വിഷ്വലൈസ്, construct and document the details of a software system.
സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ അതിനെ ആദ്യം മനസ്സിലാക്കിയെടുത്ത് അതിനെ ഒരു വ്യൂ റെഡിയാക്കി അത് കഴിഞ്ഞ് അത് കൺസ്ട്രക്റ്റ് ചെയ്ത് അത് ശരിയോ തെറ്റോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം അത് യൂസബിൾ ആണെങ്കിൽ അതിനെ ഡോക്യുമെൻറ്റും ചെയ്ത് വെക്കുക. ഇത്രയും എണ്ണത്തിനും കൂടെ ചേർത്താണ് UML ഡയഗ്രാം എന്ന് പറയുന്ന ഡയഗ്രാംസ് അല്ലെങ്കിൽ UML ലാംഗ്വേജ് പെർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നത്. അത് സോഫ്റ്റ്വെയർ ആസ് വെൽ ആസ് നോൺ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനും UML ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ UML ഡയഗ്രാംസിനകത്ത് വരുന്ന ഡയഗ്രാംസ് ഇനി നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ലെവലാകുമ്പോൾ, ഇപ്പോൾ S3 ആയതേ ഉള്ളൂ, അവിടെയൊക്കെ വരുമ്പം നിങ്ങൾക്ക് അവിടെയും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഇത് എന്നുള്ള ബേസിക് ഐഡിയ, ഇത് ഫുൾ പെർട്ടിക്കുലർലി ലാംഗ്വേജ് എന്നാണ് പേരെന്ന് പറയുന്നതെങ്കിലും ഇറ്റ് ഈസ് മെയിൻലി കൺസിസ്റ്റിംഗ് ഓഫ് ഡയഗ്രാംസ്. ഒരു സെറ്റ് ഓഫ് ഡയഗ്രാംസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് ആണ്. ഓരോ ലെവല് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ അതാണ് നമുക്കിനി കാണാനുള്ളത്. അപ്പോൾ ബേസിക്കലി ദെയർ ആർ 3 മോഡൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 വ്യൂ ഉണ്ട്. അതിൽ ഒരു വ്യൂ വച്ച് മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുള്ളൂ. മറ്റേ വ്യൂ, സെക്കൻഡ് ടൈപ്പ് ഓഫ് വ്യൂ, അതായത് അനാലിസിസ് ഡെവലപ്മെൻറ്റ് ആ വ്യൂ, ഇംപ്ലിമെൻറ്റേഷൻ വ്യൂ, അതെന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു ടൈപ്പ് ഓഫ് മോഡൽസിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സോ ദെയർ ആർ മെയിൻലി 3 മോഡൽസ്. ദേ ആർ object model, then dynamic model, then ഫങ്ഷണൽ മോഡൽ. ഈ 3 മോഡൽസിൻ്റെയും ഡയഗ്രാംസ് ആണ് നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ക്വസ്റ്റ്യൻ തരുന്നത് ഏതെങ്കിലും ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റി തന്നിട്ട് അതിൻ്റെ ഒബ്ജക്റ്റ് മോഡൽസിലെ ഡയഗ്രാമോ അല്ലെങ്കിൽ ഡൈനാമിക് മോഡലിലെ ഡയഗ്രാമോ അല്ലെങ്കിൽ ഫങ്ഷണൽ മോഡലിൻ്റെ ഡയഗ്രാമോ വരയ്ക്കാനായിരിക്കും പറയുന്നത്. അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്ക് വേണോ വരയ്ക്കാൻ പറ്റും. ബേസിക് ഐഡിയ വച്ചിട്ട് നിങ്ങൾ വരച്ചാൽ തന്നെയും ഫുൾ മാർക്സിന് അടുപ്പിച്ച് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്ജക്റ്റ് മോഡൽ. എന്തായിരുന്നു ഒബ്ജക്റ്റ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. വാട്ട് ഡു യു മീൻ ബൈ ആൻ ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ഒരു പർട്ടിക്കുലർ എക്സിസ്റ്റൻസ് ഉള്ള, റിയൽ വേൾഡ് എക്സിസ്റ്റൻസ് ഉള്ള എന്തിനേയും നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. ആ ഒബ്ജക്റ്റിൻ്റെ സ്ട്രക്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ആ സ്ട്രക്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ആ പേര് വെച്ചിട്ട് തന്നെ സ്ട്രക്ചർ, ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിയുമ്പോൾ എന്താ, ആ ഒബ്ജക്റ്റിൻ്റെ ബേസിക് ആട്രിബ്യൂട്ട്സും ബേസിക് ഫങ്ഷൻസും. അതിലെന്തെങ്കിലും ചേഞ്ച് എപ്പോഴെങ്കിലും ഉണ്ടാകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ്. എനിക്ക് ഉള്ള എൻ്റെ ഹൈറ്റ്, എൻ്റെ വെയിറ്റ് ചിലപ്പോൾ മാറാം, പക്ഷേ ഹൈറ്റ്, പിന്നെ അതല്ലാതെ പോട്ടെ, ഈ ഹൈറ്റ്, വെയിറ്റ്, പിന്നെ അതല്ലാതെ നെയിം, ഇവയൊക്കെ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ലേ. ആ വാല്യൂസ് ചിലപ്പം ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂസ് ചിലപ്പം മാറാം, ബട്ട് ആ ഫീച്ചേഴ്സ്, ആ ആട്രിബ്യൂട്ട്സ്, ആ ക്യാരക്ടേഴ്സ് അത് സെയിം ആയിരിക്കത്തില്ലേ. അതായത് ഇപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഓൾവേസ്, ഒരു പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഒരു പേരുണ്ടാവും, അയാൾക്കൊരു ഹൈറ്റ് ഉണ്ടാവും, അയാൾക്കൊരു വെയിറ്റ് ഉണ്ടാവും, അതിൽ ചേഞ്ച് ഒന്നുമില്ല. ആൻഡ് ഹി ക്യാൻ മോസ്റ്റ്ലി എല്ലാവർക്കും എന്ന് പറയുമ്പം ഹി ക്യാൻ മൂവ്, അങ്ങനെ ഉള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെത്തേഡ്സും അയാൾക്ക് ഉണ്ടാവും. ഹി ക്യാൻ തിങ്ക് ആൻഡ് സോ ഓൺ. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് തന്നെ ഉണ്ടാകും. ആ ഒരു റെപ്രസെൻറ്റേഷൻസാണ് ഒബ്ജക്റ്റ് മോഡൽസ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റ് മോഡൽസിൽ ആ റെപ്രസെൻറ്റേഷൻ അയാളുടെ ആട്രിബ്യൂട്ട്സും അയാളുടെ ഫീച്ചേഴ്സും ബേസ് ചെയ്തിട്ട് ആ ഒരു പേഴ്സൺ ആണെന്ന കേസ്. ഇനി ബാങ്കിൻ്റെ കാര്യമാണെങ്കിലും, ബാങ്ക് ആണെങ്കിൽ ബാങ്കിന് ഒരു ബ്രാഞ്ച് നെയിം കാണും, ആ ബ്രാഞ്ച് നെയിമിന് ഒരു IFSC കോഡ് കാണും, ആ ബ്രാഞ്ചിന് ഒരു സ്ഥലം കാണും. ഇതൊക്കെ എന്ന് പറയുന്നത് ഏതൊരു ബ്രാഞ്ചിലും ഏതൊരു ബാങ്കിലും സെയിം ആയിരിക്കും. അങ്ങനെ അത്രയും സ്റ്റാറ്റിക്കായിട്ട് സ്റ്റേബിളായിട്ടുള്ള അതിൻ്റെ റെപ്രസെൻറ്റേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒബ്ജക്റ്റ് മോഡൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡയഗ്രാമിൻ്റെ പേര് ഒബ്ജക്റ്റ് ഡയഗ്രാംസ് അല്ലെങ്കിൽ ക്ലാസ് ഡയഗ്രാംസ് എന്നാണ്. ഒബ്ജക്റ്റ് ഡയഗ്രാംസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ഒബ്ജക്റ്റ്. ക്ലാസ് ഡയഗ്രാംസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ, ക്ലാസ്. ആ റെപ്രസെൻറ്റേഷൻ ആൻഡ് അതിൻ്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് നമ്മൾ ഉടനെ കാണും. നെക്സ്റ്റ് കംസ് ഡൈനാമിക് മോഡൽ. ഡൈനാമിക് മോഡൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യുന്നവ, ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് ഓരോ രീതിയിൽ പെരുമാറുന്നത്, അത് ആ ആസ്പെക്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡൈനാമിക് മോഡൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിയുമ്പോൾ എന്താ, ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് സ്റ്റേറ്റ് ഡയഗ്രാമാണ്. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഇനി നമ്മൾ കാണും വേറെ ഡയഗ്രാംസ്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വട്ടവും എന്തൊക്കെ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, വീണ്ടും ഞാൻ ബാങ്കിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ട്രാൻസ്ഫർ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് ഹോൾഡറിൻ്റെ പൈസ കുറയും.
അയാൾ ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്തത് ആ അക്കൗണ്ട് ഹോൾഡറിൻ്റെ ഡെപ്പോസിറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് കൂടും. അതുപോലെ ഇനി ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആക്ഷനായിട്ടുള്ള ഫുഡ് ഈറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കുറച്ച് കഴിയുമ്പോൾ അയാളുടെ വെയിറ്റ് കൂടും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രൗസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ വെയിറ്റ് കുറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡൈനാമിക്കലി ചേഞ്ചസ് വരുന്നത് എന്നുള്ള ആസ്പെക്ട്സ് റെപ്രസെൻറ്റേഷന് എല്ലാം ക്ലിയർ ആകും നമ്മൾ ഓരോ ഡയഗ്രാംസും കുറച്ചുകൂടെ പോകുമ്പം. അതുവരെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഇപ്പോൾ ഉണ്ടാകും. ആ ഡയഗ്രാംസും കൂടെ കേൾക്കുക. അത് നമ്മൾ ഒരു 2-3 അവേഴ്സ് കഴിഞ്ഞിട്ടേ അത് ഫുൾ കവർ ചെയ്യത്തുള്ളൂ. അതും കഴിഞ്ഞ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കംസ് ദ ഫങ്ഷണൽ മോഡൽ. ഫങ്ഷണൽ മോഡൽസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുണ്ടെങ്കിൽ ഫങ്ഷൻസ്, അതായത് ഈ പറയുന്ന ഡൈനാമിക് ആസ്പെക്ട്സ് കൊണ്ട് എന്തെങ്കിലും വാല്യൂസ് ചേഞ്ച് വരുവാണെങ്കിൽ, ഡേറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ ആ വ്യത്യാസമാണ് അറിയാനുള്ളത്. അതിന് യൂസ് ചെയ്യുന്നത് ഡേറ്റ ഫ്ലോ ഡയഗ്രാമാണ്. ഡേറ്റ ഫ്ലോ ഡയഗ്രാമും സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാമും ഒക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ വരച്ച് കാണിക്കാൻ അവർ പറയും. നമ്മുടെ പ്രോജക്റ്റിനകത്ത് നമുക്കൊരു ഡേറ്റ ഇൻപുട്ട് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെ അത് മൂവ് ചെയ്യും, അതിൻ്റെ വാല്യൂസിൽ എന്തൊക്കെ ചേഞ്ചസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പറയുന്നത്.